ഹലോ, എമിൽസിഫൈങ് വാക്സ് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ക്രീം ഉണ്ടാക്കിയെടുക്കാം. ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് കുക്കം ബട്ടർ, പിന്നെ ജെല്ല് ഞാൻ ഉണ്ടാക്കിയ ജെല്ല് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. ആ ജെല്ല് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ബട്ടർ, ഷിയ ബട്ടർ എടുക്കാം. കുക്കും ബട്ടർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഷിയയുടെ അത്രയും സോഫ്റ്റ് അല്ല. അപ്പോൾ കുക്കും ബട്ടർ കുറച്ചെടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് എമിൽസിഫൈങ് വാക്സ് ഇടുക. അതുപോലെ തന്നെ ഏതെങ്കിലും പ്ലാന്റ് വാക്സ്, ഇനി അതില്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബി വാക്സ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മളതൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് പിന്നെ ഏതെങ്കിലും ഓയിൽ, ഞാൻ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിച്ചത്. കോക്കനട്ട് ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിലിൻ്റെ ഒപ്പം തന്നെ നമുക്കത് ചൂടാക്കാനായിട്ട് വെക്കാം. അല്ല വേറെ ഏതെങ്കിലും ഓയിലാണെങ്കിൽ നമുക്ക് ചൂടാക്കി കഴിഞ്ഞതിന് ശേഷം വേണം അത് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഹീറ്റ് സെൻസിറ്റീവ് ആണോ എന്ന് നോക്കാം. ഓയിൽ ഹീറ്റ് സെൻസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ഇത് ചൂടാക്കിയതിന് ശേഷം, അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടാക്കുന്നതിനേക്കാളും മുൻപ്. പിന്നെ ഇത് നമ്മൾ പെട്ടെന്ന് ഹാർഡാവും. കാരണം ബി വാക്സ് അല്ലെങ്കിൽ പ്ലാന്റ് ബേസ്ഡ് ഏതെങ്കിലും വാക്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഹാർഡാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഹാർഡാവുന്നതിനേക്കാളും മുൻപ് തന്നെ നമ്മൾ ജെല്ല് അതിലേക്ക് ഇടാം. നമ്മുടെ ആവശ്യത്തിന് ജെല്ല് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ജെൽ കൂടുതൽ കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കാൻ താല്പര്യപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബട്ടറുകൾ കുറച്ചിട്ട് എമിൽസിഫൈങ് വാക്സ് കുറച്ച് 1-2 ടീസ്പൂൺ ഇട്ടിട്ട് അതിനനുസരിച്ച് പിന്നെ ജെല്ല് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു തിക്നെസ്, ബട്ടറി ഫീലിംഗ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഓയിലി ഫീലിംഗ് കുറയും. പിന്നെ എപ്പോഴും ഓയിലിനേക്കാളും നല്ലത് ചൂട് കാലത്ത് ബട്ടറുകളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിൽ ഒന്നും കൂടി സ്റ്റിക്കി ആയിട്ട് തോന്നും. പണ്ട് ഷിയ ബട്ടറൊക്കെ ഉപയോഗിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി സോഫ്റ്റ് ആയിരിക്കും. എനിക്ക് ഇതിന് ഈ കളറ് വരാനുള്ള ഒരു കാരണം കൊക്കും ബട്ടറിൻ്റെയും പിന്നെ ആ പ്ലാന്റ് വാക്സിൻ്റെയും കൂടിയുള്ള കളറാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് നല്ലൊരു പാത്രത്തിലേക്ക് പകർത്താം. ഇനി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ ഇ വേണമെങ്കിൽ വൈറ്റമിൻ ഇ ആഡ് ചെയ്ത് കൊടുക്കാം. ജെല്ലിൽ ഗ്ലിസറിൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ വേണ്ട. അല്ല, ഗ്ലിസറിൻ വേണമെങ്കിൽ ഗ്ലിസറിനും ആഡ് ചെയ്ത് കൊടുക്കാം. ജെല്ലിൻ്റെ ഒപ്പം തന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് നമ്മളത് ഒരു കണ്ടെയ്നറിലേക്ക് ആക്കി വെക്കുക. ഇതിലേക്ക് നമ്മൾ പ്രിസർവേറ്റീവ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. കാരണം ഓൾറെഡി നമ്മുടെ ജെല്ലിൽ ഓൾറെഡി പ്രിസർവ്ഡ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരിക്കലും കൂടുതൽ ഉണ്ടാക്കരുത്. ഒരു 25-50 ഗ്രാം മാക്സിമം ഉണ്ടാക്കാൻ പാടുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂട്ടത്തൊക്കെ കൂടുതൽ നേരം ഇരിക്കുമ്പോൾ അത് കേടാവാനുള്ള സാധ്യത, അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെപ്പറേഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. ജെല്ല് ആഡ് ചെയ്തതുകൊണ്ട് ആദ്യം ഒരു ജെല്ലി ഫീലിംഗ് പോലെ ആയിരിക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നമുക്ക് ഈ കൺസിസ്റ്റൻസിയിലേക്ക് കിട്ടും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മോയ്സ്ചറൈസറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. മുഖത്ത് ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല. ബട്ട് നമുക്ക് ഇത്തിരി തിക്കായിട്ട് തോന്നും. ഞാൻ മെയിനായിട്ട് ഫുഡ് ക്രീമായിട്ടും അല്ലെങ്കിൽ കാലുമേ നമുക്കിപ്പോൾ ഭയങ്കര ഡ്രൈനെസ് ഉള്ളവർക്കൊക്കെ കൈമയായാലും കാലുമയായാലും ഒക്കെ ഒത്തിരി നല്ലതാണ്. പെട്രോളിയം ഡിറൈവ്ഡ് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു സാധനം ഉപയോഗിക്കേണ്ട, നാച്ചുറലായിട്ട് തന്നെ പോകണം എന്ന് വേണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ അലോവേറ ജെല്ല് ഉണ്ടാക്കാനായിട്ട് പഠിക്കുക. അതിൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിൽ തന്നെ ഇതുപോലെ ഓയിലുകൾ, ബട്ടറുകൾ, എമിൽസിഫൈങ് വാക്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചും ഓയിലും ബട്ടറും അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ആഡ് ചെയ്ത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്ന ഒരു ക്രീം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നല്ല കോസ്റ്റ്ലി ആയിരിക്കും. അത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇൻഗ്രീഡിയൻസ് ശരിക്കും കോസ്റ്റ്ലി ആണ്. നമ്മൾ നാച്ചുറലായിട്ട് എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കോസ്റ്റ്ലി ആണ്. പക്ഷേ റിസൾട്ട് നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.